തിരുവനന്തപുരം പേരൂർക്കട വ്യാജ മാലമോഷണ കേസിൽ പ്രത്യേക സംഘത്തിന്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്ത്. ബിന്ദുവിനെതിരായ കേസ് പേരൂർക്കട പോലീസിന്റെ തിരക്കഥയാണെന്ന് അന്വേഷണ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. പോലീസുകാർക്കെതിരെ നടപടി വേണമെന്നും ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിലുണ്ട്. ക്രൈംബ്രാഞ്ച് മനുഷ്യാവകാശ കമ്മീഷന് നൽകിയ റിപ്പോർട്ടാണ് പുറത്തുവന്നത്. ക്രൈംബ്രാഞ്ച് മനുഷ്യാവകാശ കമ്മീഷൻ നൽകിയ റിപ്പോർട്ടാണ് പുറത്തുവന്നത്. സ്വർണമാല സോഫയുടെ അടിയിൽ നിന്ന് കിട്ടിയെന്ന കാര്യം ഓമന ഡാനിയലും മകൾ നിധി ഡാനിയലും SI പ്രസാദിനോട് പറഞ്ഞിരുന്നു. ബിന്ദുവിനെതിരെ കേസെടുത്തതിനാൽ മാല കിട്ടിയ കാര്യം പുറത്തു പറയരുതെന്ന് SI പറഞ്ഞു. ചവറുകൂനയിൽ നിന്ന് കിട്ടിയെന്ന് പറയാൻ ഓമന ഡാനിയലിനോട് SI പറഞ്ഞുവെന്ന് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിലുണ്ട്. ഇതിനുശേഷമാണ് ഓമന ഡാനിയൽ ബിന്ദുവിനെതിരായി മൊഴി നൽകിയത്. ഒരു ഗ്രേഡ് SI എഴുതി തന്ന മൊഴിയിൽ ഒപ്പിടുക മാത്രമാണ് ചെയ്തതെന്നാണ് മകൾ നിധി ഡാനിയലിന്റെ മൊഴി. ഗ്രേഡ് SI എഡ്വിനാണ് മൊഴി എഴുതി തയ്യാറാക്കിയതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ബിന്ദുവിനെ മോഷണ കേസിൽ കൊടുക്കാൻ ഗൂഢാലോചന നടത്തിയവർക്കെതിരെ നടപടി വേണമെന്നും അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. പോലീസ് പീഡനത്തിൽ ഉൾപ്പെടെ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട് ബിന്ദു നൽകിയ പരാതി ജില്ലയ്ക്ക് പുറത്തുള്ള ക്രൈംബ്രാഞ്ച് DYSP അന്വേഷിക്കാൻ മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടിരുന്നു. ഇതിന്മേൽ ക്രൈംബ്രാഞ്ച് DYSP വിദ്യാധരന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പോലീസിന്റെ കള്ളക്കളി പുറത്തുവന്നത്. മീഡിയ 1 തിരുവനന്തപുരം.